വടക്കഞ്ചേരി പാലക്കുഴി തിണ്ടില്ലം മിനി ജലവൈദ്യുത പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കി വൈദ്യുതി ഉൽപാദനത്തിന് സജ്ജമായി. പവർ ഹൌസിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും നിർമ്മാണം പൂർത്തിയായി. അവസാന ഘട്ടത്തിലെ ചെറിയ ജോലികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 4 മാസം മുൻപാണ് പദ്ധതിയുടെ പവർ ഹൌസിന്റെയും അഞ്ചുമുക്കിലെ തടയണയുടെയും ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചത്. അടുത്ത കാലവർഷത്തോടെ വൈദ്യുതി ഉൽപാദനം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. വർഷത്തിൽ ഏകദേശം 3.78 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ തടയണയിൽ ഏകദേശം 4 മീറ്റർ ജലമാണുള്ളത്. ഇതുപയോഗിച്ച് പൈപ്പുകൾ വഴിയുള്ള പ്രാഥമിക പരിശോധനകൾ നടത്തുകയാണിപ്പോൾ. വേനൽ മഴ ശക്തമായാൽ ഉൽപാദനം ആരംഭിക്കാനാകുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. തടയണയിൽ നിന്ന് 294 മീറ്റർ ദൂരത്തേക്ക് ലോ പ്രഷർ പൈപ്പും തുടർന്ന് പവർ ഹൌസിലേക്കുള്ള 438 മീറ്റർ ദൂരത്ത് ഹൈപ്രഷർ പെൻസ്റ്റോക്ക് പൈപ്പുകളും വഴിയാണ് വെള്ളമെത്തുക. വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം വെള്ളം തോടുവഴി ഒഴുകി മംഗലം പുഴയിൽ എത്തുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് തിണ്ടില്ലം. ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2017 ഡിസംബറിൽ വൈദ്യുതി മന്ത്രി എം മണി നിർമ്മാണോദ്ഘാടനം നടത്തി പണികൾ ആരംഭിച്ചെങ്കിലും പ്രളയവും കോവിഡുമൊക്കെ പദ്ധതി മുന്നോട്ടു പോകുന്നതിന് വിലങ്ങുതടിയായിരുന്നു. പദ്ധതി നടപ്പിലാകുന്നതോടെ മലയോര മേഖലയിലെ വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. UTV ന്യൂസ്, പാലക്കാട്.